ബിഗ് ബോസ് മലയാളം സീസൺ 6 അതിൻ്റെ 9ാം ആഴ്ചയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ 9ാം ആഴ്ചയിലെ ആദ്യ ദിവസം ബിഗ് ബോസ് വീട്ടിൽ സംസാരത്തിലൂടെ നാക്കുപിഴവിലൂടെ മറ്റു മത്സരാർത്ഥികളുടെ ഗെയിമിൽ ചെന്നുപെട്ട മത്സരാർത്ഥികളെക്കുറിച്ച് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ആദ്യം തന്നെ ജാസ്മിനാണ് ആ ഗണത്തിൽപ്പെടുക. ഇന്നലെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള വാക്കേറ്റം. വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി അവസാനം അത് ഗബ്രിയിലേക്കും ഗബ്രി എന്ന വിഷയത്തിൽ നിന്ന് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ബന്ധത്തിന്റെ സ്വഭാവത്തിലേക്കും പിന്നീട് ഗബ്രിയെ ഇവിടെ നിന്നും പുറത്താക്കിയത് ജാസ്മിനാണ് എന്ന തരത്തിലേക്കും കൊണ്ടെത്തിച്ച ഒരു വഴക്കായിരുന്നു ജിൻഡോയുടേത്. ജിൻഡോ പല കാര്യങ്ങളും സംസാരിച്ചു വന്ന് അവസാനം സംസാരം മുന്നോട്ട് പോകുന്നതിനിടയിൽ ഗത്യന്തരമില്ലാതെ ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഗബ്രിയെ ഇവിടെ നിന്നും പറഞ്ഞയച്ചത് ജാസ്മിനുമായുള്ള കൂട്ടുകൂടൽ കാരണമാണ് എന്നും ജിൻഡോ പറയുന്നു. ഇതിന് മറുപടിയായി ഗബ്രിയെ പുറത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ മെറിറ്റ് ആണ് അല്ലെങ്കിൽ തന്റെ പോസിറ്റീവ് ആണ് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. ഈ ഒരൊറ്റ പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു വാചകം വീണ് കിട്ടാൻ വേണ്ടി തന്നെയായിരിക്കണം ഒരുപക്ഷെ ജിൻഡോ ഇത്രയും സമയം വഴക്കുണ്ടാക്കുകയും വാഗ്വാദമുണ്ടാക്കുകയും ചെയ്തത്. ഈ പോയിന്റിൽ വെച്ച് ജിൻഡോ യു ടേൺ അടിക്കുന്നുണ്ട്. അതെ, ഗബ്രി ഒരു നല്ല പ്ലെയർ ആയിരുന്നു, അവനായിരുന്നു ഇവിടെ നിൽക്കേണ്ടിയിരുന്നത്, അവൻ പുറത്തു പോകാൻ കാരണം നീയാണ് തുടങ്ങി ഗബ്രി പുറത്തു പോകാൻ കാരണം ജാസ്മിൻ ആണ് എന്നത് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യത്തക്ക രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു പിന്നീട് ജിൻഡോ അങ്ങോട്ട് നടത്തിയത്. ജിൻഡോയുടെ ലക്ഷ്യവും ഗബ്രി പുറത്തായ സാഹചര്യത്തിൽ ഗബ്രിയെ പുറത്താക്കാൻ കാരണം ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള കോംബോയാണ് എന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യുക എന്നതായിരുന്നു. അക്കാര്യത്തിൽ ജിൻഡോ കാര്യമായി വിജയിക്കുകയും ചെയ്തു. മറ്റൊരു കാര്യം, ബിഗ് ബോസ് വീട്ടിൽ ടീമുകൾ തിരിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥയായ ഒരാളാണ് ശരണ്യ. സത്യത്തിൽ ശരണ്യയ്ക്ക് സ്വയം തോന്നി എന്നതിലുപരി മറ്റു മത്സരാർത്ഥികളുമായുള്ള സംസാരത്തിൽ ശരണ്യയ്ക്ക് അത് കൂടുതലായി ഫീൽ ചെയ്തു എന്ന് പറയുന്നതായിരിക്കും ശരി. തന്നെ ഒറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ തന്നെ വോട്ട് ചെയ്ത് ഈ ആഴ്ച പുറത്താക്കാൻ വേണ്ടിയാണ് തന്നെ പവർ ടീമിൽ ഉൾപ്പെടുത്താതെ നിലവിലുള്ള തന്നേക്കാൾ വീക്കായ പല പ്ലെയേഴ്സിനെയും പവർ ടീമിൽ ഉൾപ്പെടുത്തിയത് എന്നതായിരുന്നു ശരണ്യയുടെ വാദം. ഇതിന്റെ പേരിൽ വീട്ടിൽ പലതരത്തിലുള്ള സംസാരങ്ങളും പലരുമായുള്ള സംസാരങ്ങളും ഒക്കെ നടന്നിരുന്നു. അതിനിടയ്ക്ക് ഒരു സാഹചര്യത്തിൽ ശരണ്യ ഇക്കാര്യം മുടിയനുമായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുടിയൻ താൻ വീക്കായതുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നും വോട്ടിങ്ങിലൂടെ പുറത്തു പോകാൻ വേണ്ടിയല്ലേ ഇത് ചെയ്തത് എന്നെനിക്ക് സംശയമുണ്ട് എന്ന് ശരണ്യ പറയുമ്പോൾ മുടിയൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും വീക്കായത് താനാണ് എന്ന് അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ താൻ വീക്കാണ് എന്ന് ശരണ്യയ്ക്ക് തോന്നുന്നുണ്ടോ, അത്രയ്ക്ക് വീക്കാണോ എന്ന് ശരണ്യയോട് തന്നെ മുടിയൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരക്ഷരം പോലും പറയാൻ പറ്റാതെ ശരണ്യ ആയിപ്പോയി എന്നതാണ് കാര്യം. കാരണം ഇത്രയും പറഞ്ഞതും ഇത്രയും ചെയ്തതിൻ്റെയും അർത്ഥം താൻ വീക്കാണ് എന്ന് തനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്നത് തന്നെയാണ് എന്ന കാര്യം ശരണ്യയ്ക്ക് മനസ്സിലാകുന്നത് അപ്പോഴാണ്. മാത്രമല്ല ഇത് ഒരു ടോക്കിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ശരണ്യയ്ക്ക് തന്നെ തന്റെ കാര്യത്തിൽ കോൺഫിഡൻസ് ഇല്ല എന്നതും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തി. ഇങ്ങനെ സംസാരത്തിനിടയിൽ സ്വന്തം വാക്കുകൾ കൊണ്ട് തന്നെ കുടുങ്ങിയ 2 പേരായിരുന്നു ഇന്നലെ ജാസ്മിനും ശരണ്യയും.